ഹായ് ഫ്രണ്ട്സ്, ഒക്ടോബർ 22 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? ഓപ്ഷൻസ്: സോവറൈൻ, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. കറക്റ്റ് ആൻസർ എന്താണ്? സെക്കുലർ. സെക്കുലർ എന്നത് 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞയാണ്. അപ്പോൾ ഇവ ഓരോ ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സോവറൈൻ. സോവറൈൻ ഉണ്ടായിരുന്നതാണല്ലോ. സോവറൈൻ എന്താണ്? പരമാധികാരം. അപ്പോൾ ആമുഖം അനുസരിച്ച് ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം. അപ്പോൾ അതിൽ പരമാധികാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം അഥവാ സോവറൈൻ. ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താൻ ഇന്ത്യക്ക് അധികാരമുണ്ടെന്നാണ് ഇതിനർത്ഥം. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. മറ്റൊരു രാജ്യത്തിൻ്റെയും ആശ്രയത്വമോ ആധിപത്യമോ ഇന്ത്യയിൽ ഇല്ല. 1947 ഓഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു. 1950 ജനുവരി 26 മുതൽ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി. ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യക്ക് ഒരു വിദേശ പ്രദേശം സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് അനുകൂലമായി ഒരു പ്രദേശത്തെ വിട്ടുകൊടുക്കാനോ കഴിയും. UNO, കോമൺവെൽത്ത് ഓഫ് നേഷൻസ് തുടങ്ങിയ ബഹുരാഷ്ട്ര സംഘടനകളിലെ ഇന്ത്യയുടെ അംഗത്വം ഒരു തരത്തിലും അതിൻ്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല. ഇത്രയുമാണ് പരമാധികാരം, സോവറൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു? സെക്കുലർ. സെക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതരത്വം. അതായത് നമ്മുടെ ആൻസർ സെക്കുലർ എന്നത് 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞയായിരുന്നു സെക്കുലർ എന്നുള്ളത്. സെക്കുലർ മതേതരത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണകൂടത്തിന് സ്വന്തമായി ഒരു മതമില്ല എന്നത് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും മതം പ്രകടിപ്പിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും തുല്യ അവകാശമാണുള്ളത്. എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം, എല്ലാ മതങ്ങളെയും തുല്യരായി പരിഗണിക്കുക അല്ലെങ്കിൽ ഒരു മതത്തിനും പ്രാധാന്യമില്ല എന്നിവയാണ് മതേതരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യമായ പദവിയും പരിഗണനയുമുണ്ട്. അതാണ് മതേതരത്വം അഥവാ സെക്കുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞയായിരുന്നു. അതായിരുന്നു നമ്മുടെ ആൻസർ. അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? ഡെമോക്രാറ്റിക് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ജനാധിപത്യം. ഡെമോക്രാറ്റിക് എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും ഭരണ സംവിധാനവും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതാണ് ജനാധിപത്യം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും ഭരണ സംവിധാനവും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. അതാണ് ജനാധിപത്യം. ഇനി ലാസ്റ്റ് ഒരു ടേം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? റിപ്പബ്ലിക്. ലാസ്റ്റ് ഓപ്ഷൻ റിപ്പബ്ലിക് ആയിരുന്നു. എന്താണ് റിപ്പബ്ലിക്? തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള ഒരു ജനതയെ റിപ്പബ്ലിക് എന്ന് പറയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഉള്ള ഒരു ജനതയെ റിപ്പബ്ലിക് എന്ന് പറയുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രത്തലവനെ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കണം. ഇവിടെ 5 വർഷത്തിലൊരിക്കൽ രാഷ്ട്രത്തലവനെ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കണം. 5 വർഷത്തിലൊരിക്കൽ ബ്രാക്കറ്റിൽ കൊടുത്തു. നമ്മളിവിടെ 5 വർഷത്തിലൊരിക്കലാണല്ലോ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള ഒരു ജനതയെ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി നമ്മൾ നേരിട്ടല്ല, നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ തിരഞ്ഞെടുക്കും. രാഷ്ട്രത്തലവനെ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കണം. ഉദാഹരണം നമ്മളിവിടെ 5 വർഷത്തിലൊരിക്കൽ. അതാണ് റിപ്പബ്ലിക്. ഇനി ഇത് നമ്മൾ ഓപ്ഷനിൽ ഇല്ലാത്തൊരു ടേമും കൂടിയുണ്ട്. സോവറിൻ, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇതല്ലാതെ ഒരു ടേമും കൂടി നമ്മൾ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതാണ് സോഷ്യലിസം. അതുകൂടി നോക്കാം. സോഷ്യലിസം എന്നാൽ വരുമാനത്തിലും നിലവാരത്തിലും
ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. സോഷ്യലിസം എന്നാൽ വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വം ഇല്ലാതാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ളത് ജനാധിപത്യ സോഷ്യലിസമാണ്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. സ്റ്റേറ്റ് സോഷ്യലിസം എന്നും അറിയപ്പെടുന്നു. പൊതു സ്വകാര്യ മേഖലകൾ നിലനിൽക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ജനാധിപത്യ സോഷ്യലിസം വിശ്വാസയോഗ്യമാണ്. ഓക്കെ, അതാണ് സോഷ്യലിസത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ത്യയിൽ നിലവിലുള്ളത് ജനാധിപത്യ സോഷ്യലിസമാണ്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. അപ്പോൾ ഈ ടേമുകളെല്ലാം ആമുഖമായി